ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ഞാനൊരു ഇന്ത്യൻ ബിസിനസ്സുകാരൻ എന്ന നിലയിൽ എനിക്ക് പല രാജ്യങ്ങളിൽ പോകുമ്പോൾ എനിക്ക് വന്നിട്ടുള്ളൊരു വിഷമം എന്നാണെന്നറിയാം, സങ്കടം. അതെൻ്റെയും കൂടി തെറ്റാണ്. അതായത് ഈ ലോകത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും ലഭ്യമായിട്ടുള്ള ഒരു ഇന്ത്യൻ ബ്രാൻഡ് ഇതുവരെ ഈ രാജ്യത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഒരു ബ്രാൻഡ് പോലും ഇല്ല. നമ്മുടെ ബിസിനസ്സുകാർ, രാജ്യത്ത് അറിയപ്പെടുന്ന ബിസിനസ്സുകാരെല്ലാം ചെറിയവരാണ്. ലോകത്തെ ഏത് ബിസിനസ്സുകാരൻ്റെ അത്രയും അല്ല അതിനേക്കാൾ കൂടുതൽ ആസ്തിയുള്ളവരാന്നേ. പിന്നെ നമ്മുടെ കുട്ടികൾ വിദ്യാഭ്യാസം ഇല്ലാത്തവരാണോ? നമുക്കൊന്നും വിവരവും ബോധം ഇല്ലാത്തവരാണോ? കോമൺ സെൻസ് ഇല്ലാത്തവരാണോ? ബിസിനസ് ചെയ്യാൻ അറിയാൻ മേലാത്തവരാണോ? എല്ലാത്തിലും നമ്മൾ മുൻപന്തിയിലാണ്. സാംസ്കാരികപരമായിട്ടും എല്ലാം ചരിത്രപരമായിട്ടൊക്കെ നമ്മൾ ഭയങ്കര മുമ്പിലാണ്. പക്ഷേ ലോകത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലും കിട്ടുന്ന ഒരു ബ്രാൻഡ് എന്ന് പറയാൻ നമ്മുടെ രാജ്യത്തിന് ഒരു ബ്രാൻഡ് ഇല്ല. നിങ്ങൾ ലോകത്ത് എവിടെ ചെന്നാലും നിങ്ങൾക്ക് കൊക്കക്കോള കിട്ടും, പെപ്സി കിട്ടും, മക്ഡൊണാൾഡ്സ് കിട്ടും. ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു രാജ്യത്ത് പോയി, ടിമോർ ലെസ്തെ. അവിടെ ചെന്നപ്പോൾ അവിടെയുണ്ട് കൊക്കക്കോളയും പെപ്സിയും മക്ഡൊണാൾഡ്സും എല്ലാം. എവിടെ ചെന്നാലും ആപ്പിൾ ഉണ്ടാവും, എവിടെ ചെന്നാലും സാംസങ് ഉണ്ടാവും, കിയ ഉണ്ടാവും, ഹുണ്ടായി ഉണ്ടാവും, ടയോട്ട ഉണ്ടാവും. അങ്ങനെ നമ്മുടെ രാജ്യത്തിൻ്റെതായ ഒരു ബ്രാൻഡ് എന്ന് പറയാൻ ഒന്നുമില്ല. ഞാൻ എപ്പോഴും എൻ്റെ അടുത്ത തലമുറയോട് പറയുന്നതാണ്, നിങ്ങളായിട്ട് ഞങ്ങൾ ഇതുവരെയുള്ളവർ ചെയ്ത് തെറ്റാണത്, ഞങ്ങളുടെ കഴിവില്ലായ്മയാണത്. അതിനെ നിങ്ങൾ തിരുത്തണം. ലോകത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലും കിട്ടുന്ന ഒരു ഇന്ത്യൻ ബ്രാൻഡിനെ നിങ്ങൾ സൃഷ്ടിക്കണം, ഏത് മേഖലയിലായിക്കോട്ടെ.